ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്ന ആ ഒരു വീഡിയോയുടെ ബാലൻസ് ആണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ പറയും പോലെ ഇന്നലെ പറഞ്ഞ അതേ കാര്യമാണ്. ഇതുപോലെ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യാൻ പോകുന്നവരും ചെയ്തവരൊക്കെ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത്. ഇതിൽ ഞാൻ ഒന്നും കള്ളത്തരമല്ല പറയുന്നത്, വളരെ സത്യസന്ധമായിട്ട് ജെന്യുവൻ ആയിട്ടുള്ള എൻ്റെ അനുഭവമാണ് പറയുന്നത്. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ ക്രീം ഇതാണ്. ഇതാണ് ആ ക്രീം. നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാവോ എന്നറിയില്ല. ഇതിൻ്റെ പേര് യൂത്ത് ഫേസ് വൈറ്റനിങ് ക്രീം എന്നാണ്. ഇതിനെപ്പറ്റി മുന്നേ കുറേ ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ യൂത്ത് ആണ് ഞാൻ ഉപയോഗിച്ചത്. എനിക്ക് തോന്നുന്നു ഞാനിത് ഒരുപാട് നാൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഒത്തിരി ബോട്ടിൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഉപയോഗിക്കുക ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ സ്റ്റോപ്പ് ചെയ്തത് മുതലാണ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയത്. ഫസ്റ്റ് ഞാൻ സ്റ്റോപ്പ് ചെയ്ത സമയത്ത് ഫേസ് ഭയങ്കരമായിട്ട് ഡള്ളാവാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭയങ്കര ബ്രൈറ്റനായിട്ടിരുന്നിട്ട് ഡള്ളാവുമ്പോൾ എല്ലാവരും ചോദിക്കത്തില്ല, അയ്യോ ഇത് എന്ത് പറ്റിയെന്ന്. ഈ ഒരു ചോദ്യം വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സങ്കടവും ആ ഒരു കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഹൈപ്പ് പോയപ്പോൾ ഒരു രക്ഷപ്പെടില്ല. അപ്പം അങ്ങനെ ഞാൻ വീണ്ടും ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വീണ്ടും വെച്ചുകൊണ്ടിരിക്കുകയും സ്വാഭാവികമായിട്ടും പിമ്പിൾസ് വരാനും തുടങ്ങി. മെയിനായിട്ട് എനിക്ക് പിമ്പിൾസ് ഈ ഒരു ഏരിയയിൽ ഈ രണ്ട് ഏരിയാസിലും നല്ലോണം പിമ്പിൾസ് വരാൻ തുടങ്ങി. നന്നായിട്ട് പിമ്പിൾസ് വരാനും അതിങ്ങനെ പൊട്ടാനും അങ്ങനെ തുടങ്ങി. അങ്ങനെ ഞാൻ ഇത് വീണ്ടും സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വീണ്ടും ഫേസ് അങ്ങ് ഡള്ളായി പോകും. പിന്നെ എനിക്കിത് എന്ത് ചെയ്യണം എന്നറിയില്ല. ഇതങ്ങ് പെട്ടുപോകും. നമുക്കിത് നിർത്താനും പറ്റില്ല, നിർത്താതിരിക്കാനും പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലോട്ട് പോകും. അവസാനം കാര്യങ്ങൾ വളരെയധികം വഷളായപ്പോൾ ഞാനൊരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ സ്കിന്നിൻ്റെ ഈ ലെയേഴ്സ് ഉണ്ടല്ലോ അതെല്ലാം പോയി. ഹൈപ്പർ സെൻസിറ്റീവായിട്ട് മാറി സ്കിന്നിന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഒരു ലെയർ ഉണ്ട്, അതെല്ലാം പോയിട്ട് ഹൈപ്പർ സെൻസിറ്റീവായി മാറി. ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് വന്നാൽ തന്നെ ഇങ്ങനെ പുറ്റിന് കുരു വരുന്ന ഒരവസ്ഥ. അങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്നൊന്നും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനല്ല. ഈ പറയുമ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന സ്റ്റിറോയിഡ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ പെട്ടെന്ന് തടിക്കാൻ തുടങ്ങി കേട്ടോ. ഇതുകൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ ഇത് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കുറച്ച് തടിക്കാൻ തുടങ്ങിയത്. ഇതിൽ വരുന്ന സ്റ്റിറോയിഡ്സ് ഒക്കെ ആണോ അതിന് റീസൺ എന്നറിയില്ല. പിന്നെ ഇത് കിഡ്നിയെ വരെ ബാധിക്കുന്ന ഒരു ടൈപ്പ് ഐറ്റംസ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ദൈവം സഹായിച്ച് കിഡ്നിക്കൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഞാൻ പിന്നെ ഡോക്ടറിനെ കാണുകയും കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തതിലൂടെയാണ് ഇപ്പോൾ ഫേസ് ഓക്കെ ആയത്. നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല, നമുക്ക് വിഷമമാണ്, ഫുൾ കുരുക്കളൊക്കെയാണ്. അതൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ഇപ്പം ഞാനൊക്കെ അത്യാവശ്യം ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ ഷൂട്ട്സ് ഒന്നും ചെയ്യാതായി, ഞാൻ പുറത്തോട്ട് പോവാതായി, ഞാൻ ഭയങ്കരമായിട്ട് മൂടിക്കെട്ടി നമ്മുടെ കോൺഫിഡൻസ് കംപ്ലീറ്റ്ലി തകർക്കും. അതിൽ നിന്ന് അവസാനം ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമുണ്ട്. നമുക്ക് സ്കിന്ന് വെളുത്തിട്ടാണോ കറുത്തിട്ടാണോ എന്നുള്ളതൊന്നും അല്ല. നമ്മുടെ ബോഡിയും അതുപോലെ സ്കിന്നൊക്കെ ഹെൽത്തി ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ഇരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യവും, അത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യവും. നമുക്കുള്ള സ്കിന്നിനെ അതിനെ നന്നായിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് ഈ പറയുന്ന പോലെ പിമ്പിൾസും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സോ ഇങ്ങനത്തെ ക്രീംസ് ഒന്നും ആരും വാങ്ങിച്ച് യൂസ് ചെയ്യാതിരിക്കുക. ഇതൊക്കെ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് വളരെ നല്ലതാണെങ്കിൽ പിന്നീട് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് പിന്നീട് അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. എന്തോ ഭാഗ്യത്തിന് എൻ്റെ സ്കിന്ന് റിക്കവറായി വന്നതാണ്. എന്നാൽ ഞാൻ ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്. വളരെ വേഴ്സ്റ്റ് കണ്ടീഷനിലോട്ട് പോകാം, പിന്നെ അത് റിക്കവറായി വരാൻ പോലും പറ്റാത്ത രീതിയിൽ അങ്ങനെ ആയി പോകുന്നതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. എനിക്ക് ഏതാണ്ട് 1 ഇയർ ഒരു ജേർണി ആയിരുന്നു. പിന്നെ കോളേജിലൊക്കെ ഉള്ളവർക്ക് അറിയായിരിക്കും. കാരണം കഴിഞ്ഞ വർഷമൊക്കെ കോളേജിലൊക്കെ പോകുന്ന ഒരു ടൈമിലൊക്കെ ആയപ്പോഴാണ് കോളേജിലെ ലാസ്റ്റൊക്കെ ആയ സമയത്ത് വൈവിയൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോയ സമയത്ത് എൻ്റെ മുഖമൊക്കെ കണ്ടവർക്ക് അറിയാം, ഫുള്ള് കുരുക്കളാണ്. അപ്പം എല്ലാവരും ചോദിച്ചു തുടങ്ങി എന്താ ഇപ്പം നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ നാണക്കേടും കരുതി ആരത്തും ഇത് പറയത്തു പോലും ഇല്ല. സോ ഇപ്പം ഞാനിത് വളരെ ഓപ്പണായി പറയുകയാണ്. ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ആലോചിക്കുക. ഒരുപാട് പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കാണും, അത് അവർക്ക് ബെനിഫിറ്റിന് അവർ പറയുന്ന കാര്യങ്ങളാണ്. സോ ഇങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റും യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ബൈ ബൈ. ഇതുപോലെ ഒരുപാട് നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയിൽ കൂടെ ബൈ ബൈ.